ഹലോ ഫ്രണ്ട്സ്, ലേൺ ഇംഗ്ലീഷ് ഓൺലൈൻ്റെ 4ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹൗ ആർ യു? ഹൗ ആർ ഓൾ അറ്റ് ഹോം? സുഖമാണോ? വീട്ടിൽ എല്ലാവരും സുഖമായിരിക്കുന്നു. ഐ ഹോപ്പ് ഓൾ ഓഫ് യു ആർ കീപ്പിംഗ് വെൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് എങ്ങനെ ഒരു വ്യക്തിയോട് മര്യാദയുടെ ഭാഷയിൽ ഒരു ആവശ്യം ഉന്നയിക്കാം. പ്ലീസ് മേ ഐ കം ഇൻ. ഐ, ഞാൻ എന്ന സബ്ജക്റ്റ് വരുമ്പോൾ പ്ലീസ് പ്ലസ് മേ ഐ പ്ലസ് വേർബിൻ്റെ പ്രസൻറ്റ് ടെൻസ് പ്ലസ് ഓബ്ജക്റ്റ്. ഇവിടെ പ്ലീസ് മേ ഐ കം ഇൻ, കം എന്നുള്ളത് വേർബിൻ്റെ പ്രസൻറ്റ് ടെൻസ് ആണ്. പ്ലീസ് മേ ഐ കം ഇൻ. ഉത്തരം യെസ് എന്നാണെങ്കിൽ യെസ് യു ക്യാൻ കം ഇൻ. യെസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് പ്രസൻറ്റ് ടെൻസ് ഓഫ് ദ വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഉത്തരം നോ എന്നാണെങ്കിൽ നോ യു നീഡ് നോട്ട് കം ഇൻ ഓർ യു കനോട്ട് കം ഇൻ. നോ പ്ലസ് സബ്ജക്റ്റ് യു പ്ലസ് cannot or need not plus present tense of the verb plus object. Please may I wipe the table. ഞാൻ ദയവായി മേശ തുടച്ചോട്ടെ. Yes you can wipe the table. No you cannot wipe the table. അല്ലെങ്കിൽ no you need not wipe the table. Please may I gather some people. ഞാൻ കുറച്ച് ആളുകളെ വിളിച്ചു ചേർക്കട്ടെ. യെസ് യു ക്യാൻ ഗ്യാദർ സം പീപ്പിൾ. നോ യു നീഡ് നോട്ട് ഗ്യാദർ സം പീപ്പിൾ. പ്ലീസ് മേ ഐ ഗോ ടു ദ സിറ്റി ഫോർ എ ഫിലിം. ദയവായി ഞാൻ ഒരു സിനിമ കാണാനായി സിറ്റിയിൽ പോകട്ടെ. യെസ് യു ക്യാൻ ഗോ ടു ദ സിറ്റി ഫോർ എ ഫിലിം. നോ യു നീഡ് നോട്ട് go to the city for a film. No you cannot go to the city for a film. Please may I visit my uncle in Trivandrum. Yes you can visit your uncle in Trivandrum. No you need not visit your uncle in Trivandrum. No you cannot visit your uncle in Trivandrum. Please may I attend this seminar? Yes you can attend the seminar. No you need not attend the seminar. No you cannot attend the seminar. Please may I distribute these leaflets among the students. ഞാൻ ദയവായി ഈ ലീഫ്ലെറ്റ്സ് കുട്ടികളുടെ ഇടയിൽ വിതരണം ചെയ്യട്ടെ. Yes you can distribute these leaflets among the students. No you cannot distribute these leaflets among the students. No you need not distribute these leaflets among the students. ഐ ഒഴികെയുള്ള സബ്ജക്റ്റ് വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അനുവാദം ചോദിക്കാൻ കഴിയുക? ഉദാഹരണമായി ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചോട്ടെ എന്നെങ്ങനെ ചോദിക്കും? ക്യാൻ വി പ്ലേ ക്രിക്കറ്റ്? ക്യാൻ ഉപയോഗിക്കുക. ക്യാൻ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് പ്രസൻറ്റ് ടെൻസ് ഓഫ് ദ വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇവിടെ സബ്ജക്റ്റ് വി, ഞങ്ങൾ എന്നുള്ളതാണ്. പ്ലേ കളിക്കുക. പ്ലേ പ്ലേഡ് പ്ലേഡ് പ്ലേ കളിക്കുക. ക്രിക്കറ്റ് ഓബ്ജക്റ്റാണ്. ക്യാൻ വി പ്ലേ ക്രിക്കറ്റ്? ഉത്തരം യെസ് എന്നാണെങ്കിൽ യെസ് യു ക്യാൻ പ്ലേ ക്രിക്കറ്റ്. യെസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് can plus present tense of the verb plus object. ഉത്തരം നോ എന്നാണെങ്കിൽ നോ യു cannot play cricket. No plus subject plus cannot or need not plus present tense of the verb plus object. No you cannot play cricket. No you need not play cricket. Can she go to the beauty parlor?
അവൾക്ക് ബ്യൂട്ടി പാർലറിലേക്ക് പോകാൻ കഴിയുമോ? യെസ്, ഷീ ക്യാൻ ഗോ ടു ദ ബ്യൂട്ടി പാർലർ. നോ, ഷീ കനോട്ട് ഗോ ടു ദ ബ്യൂട്ടി പാർലർ. നോ, ഷീ നീഡ് നോട്ട് ഗോ ടു ദ ബ്യൂട്ടി പാർലർ. ക്യാൻ ഹീ ആക്ട് ഇൻ ദാറ്റ് മൂവി? അവന് ആ സിനിമയിൽ അഭിനയിക്കാൻ കഴിയുമോ? യെസ്, ഹീ ക്യാൻ ആക്ട് ഇൻ ദാറ്റ് മൂവി. നോ, ഹീ കനോട്ട് ആക്ട് ഇൻ ദാറ്റ് മൂവി. നോ, ഹീ നീഡ് നോട്ട് ആക്ട് ഇൻ ദാറ്റ് മൂവി. ക്യാൻ രാജു പ്ലേ ഫുട്ബോൾ? യെസ്, രാജു ക്യാൻ പ്ലേ ഫുട്ബോൾ. നോ, രാജു കനോട്ട് പ്ലേ ഫുട്ബോൾ. രാജു നീഡ് നോട്ട് പ്ലേ ഫുട്ബോൾ. ക്യാൻ റാം ആൻഡ് റഹീം go to Mumbai to visit their uncles? Yes, Ram and Rahim can go to Mumbai to visit their uncles. No, Ram and Rahim cannot go to Mumbai to visit their uncles. No, Ram and Rahim need not go to Mumbai to visit their uncles. Can Pradeep come out of the jail? പ്രദീപിന് ജയിലിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയുമോ? യെസ്, പ്രദീപ് ക്യാൻ കം ഔട്ട് ഓഫ് ദ ജയിൽ. പ്രദീപിന് ജയിലിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയും. നോ, പ്രദീപ് കനോട്ട് കം ഔട്ട് ഓഫ് ദ ജയിൽ. നോ, പ്രദീപ് നീഡ് നോട്ട് കം ഔട്ട് ഓഫ് ദ ജയിൽ. ഒരു അപേക്ഷ നമുക്ക് എങ്ങനെ ഒരു വ്യക്തിയുടെ മുന്നിൽ നടത്താമെന്ന് നോക്കാം. നിനക്ക് ദയവായി എനിക്ക് ഒരു പേന തരാമോ? അങ്ങനെ ഒരു അപേക്ഷ വെക്കാനായിട്ട് നമ്മൾ കുഡ്, വുഡ്, ക്യാൻ എന്നീ വാക്കുകളോട് ഉപയോഗിക്കുക. കുഡ് യു പ്ലീസ് ഗീവ് മി യുവർ പെൻ? നിൻ്റെ പേന എനിക്ക് തരാമോ? കുഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് പ്ലീസ് പ്ലസ് പ്രസൻറ്റ് ടെൻസ് ഓഫ് ദ വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇവിടെ സബ്ജക്റ്റ് യു ആണ്, വേർബിൻ്റെ പ്രസൻറ്റ് ടെൻസ് ഗീവ് എന്നുള്ളതാണ്, ഒബ്ജക്റ്റ് പെൻ. കുഡ് യു പ്ലീസ് ഗീവ് മി യുവർ പെൻ? ഉത്തരം യെസ്, ഐ ഷാൽ ഗീവ് യു മൈ പെൻ. ഉത്തരം നോ ആണെങ്കിൽ നോ, ഐ വിൽ നോട്ട് ഗീവ് യു മൈ പെൻ. നോ, ഐ ഷാൽ നോട്ട് ഗീവ് യു മൈ പെൻ. ക്യാൻ യു പ്ലീസ് സിംഗ് എ സോങ്? യെസ്, ഐ ഷാൽ സിംഗ് എ സോങ്. യെസ്, ഐ വിൽ സിംഗ് എ സോങ്. നോ, ഐ വിൽ നോട്ട് സിംഗ് എ സോങ്. നോ, ഐ ഷാൽ നോട്ട് സിംഗ് എ സോങ്. കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ? നിനക്കെന്നെ സഹായിക്കാൻ കഴിയുമോ? യെസ്, ഐ ഷാൽ ഹെൽപ്പ് യു. നോ, ഐ ഷാൽ നോട്ട് ഹെൽപ്പ് യു. കുഡ് യു പ്ലീസ് മൊബിലൈസ് ദ യൂത്ത് അഗെയിൻസ്റ്റ് ഡ്രഗ്സ്? യുവജനങ്ങളെ മയക്കുമരുന്നിനെതിരെ ഒന്നിച്ചു ചേർക്കാൻ നിനക്ക് കഴിയുമോ? യെസ്, ഐ ഷാൽ മൊബിലൈസ് ദ യൂത്ത് അഗെയിൻസ്റ്റ് ഡ്രഗ്സ്. നോ, ഐ ഷാൽ നോട്ട് മൊബിലൈസ് ദ യൂത്ത് അഗെയിൻസ്റ്റ് ഡ്രഗ്സ്. കുഡ് യു പ്ലീസ് മാരി ഹിം ആഫ്റ്റർ 2 years? 2 വർഷങ്ങൾക്ക് ശേഷം നിനക്കവനെ കല്യാണം കഴിക്കാൻ കഴിയുമോ? യെസ്, ഐ ഷാൽ മാരി ഹിം ആഫ്റ്റർ 2 years. നോ, ഐ ഷാൽ നോട്ട് മാരി ഹിം ആഫ്റ്റർ 2 years. കുഡ് യു പ്ലീസ് സബ്മിറ്റ് ആൻ ആപ്ലിക്കേഷൻ ബിഫോർ ദ ചീഫ് മിനിസ്റ്റർ? മുഖ്യമന്ത്രിയുടെ മുമ്പിൽ നിനക്ക് ദയവായി ഒരു അപേക്ഷ സമർപ്പിക്കാമോ? യെസ്, ഐ ഷാൽ സബ്മിറ്റ് ആൻ ആപ്ലിക്കേഷൻ ബിഫോർ ദ ചീഫ് മിനിസ്റ്റർ. നോ, I shall not submit an application before the chief minister. Would you please organize a meeting of the leaders? നേതാക്കന്മാരുടെ ഒരു യോഗം നിനക്ക് വിളിച്ചു ചേർക്കാമോ? യെസ്, ഐ ഷാൽ ഓർഗനൈസ് എ മീറ്റിംഗ് ഓഫ് ദ ലീഡേഴ്സ്. നോ, ഐ ഷാൽ നോട്ട് ഓർഗനൈസ് എ മീറ്റിംഗ് ഓഫ് ദ ലീഡേഴ്സ്. അടുത്തതായി സബ്ജക്റ്റ് ഇല്ലാതെ നമുക്കെങ്ങനെയാണ് ഒരു റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് കഴിയുക? ഉദാഹരണമായി, പ്ലീസ് ഗീവ് യുവർ പെൻ. ദയവായി നിൻ്റെ പേന തരിക. നമ്മൾ പെട്ടെന്ന് പറയുന്ന കാര്യമാണ്. അതിന് പ്ലീസ് പ്ലസ് പ്രസൻറ്റ് ടെൻസ് ഓഫ് ദ വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. പ്ലീസ് ഗീവ് യുവർ പെൻ. അതിൻ്റെ മറുപടിയായിട്ട് പറയാൻ കഴിയുക യെസ്, ഐ ക്യാൻ ഗീവ് മൈ പെൻ. യെസ്, ഐ ഷാൽ ഗീവ് മൈ പെൻ. യെസ്, ഐ വിൽ ഗീവ് മൈ പെൻ. ക്യാൻ, വിൽ, ഷാൽ എന്നിവ ഉപയോഗിക്കുന്നു. ഉത്തരം നോ എന്നാണെങ്കിൽ നോ, ഐ കാൺട്ട് ഗീവ് മൈ പെൻ. നോ, ഐ വിൽ നോട്ട് ഗീവ് മൈ പെൻ. നോ, ഐ ഷാൽ നോട്ട് ഗീവ് മൈ പെൻ. 3 രൂപങ്ങളിൽ പറയാം. ഐ കനോട്ട്, ഐ വിൽ നോട്ട്, ഐ ഷാൽ നോട്ട്. പ്ലീസ് ഗീവ് മീ സം വാട്ടർ.
യെസ്, ഐ ക്യാൻ ഗിവ് യു സം വാട്ടർ. യെസ്, ഐ ഷാൽ ഗിവ് യു സം വാട്ടർ. യെസ്, ഐ വിൽ ഗിവ് യു സം വാട്ടർ. നോ, ഐ കാൺട്ട് ഗിവ് യു സം വാട്ടർ. നോ, ഐ വിൽ നോട്ട് ഗിവ് യു സം വാട്ടർ. നോ, ഐ ഷാൽ നോട്ട് ഗിവ് യു സം വാട്ടർ. ഒരു കമാൻഡ്, ഒരാജ്ഞ എങ്ങനെ കൊടുക്കും നോക്കാം. അതിനുപയോഗിക്കുന്നത് ഡോണ്ട് എന്ന വാക്കാണ്. ഡോണ്ട്. ഡോണ്ട് സ്പിറ്റ് ഹിയർ. ഇവിടെ തുപ്പരുത്. ഡോണ്ട് പ്ലസ് പ്രസന്റ് ടെൻസ് ഓഫ് ദ വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഡോണ്ട് കൺസ്യൂം ആൽക്കഹോൾ. മദ്യം കഴിക്കരുത്. ഡോണ്ട് സ്പീക്ക് ഇംപൊളൈറ്റ്ലി. മര്യാദയില്ലാതെ സംസാരിക്കരുത്. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തരുത്. ഇനി നമുക്ക് ഇതേ കാര്യം തന്നെ അഡ്ജക്റ്റീവ് ചേർത്തുകൊണ്ട് എങ്ങനെ പറയാം. ഡോണ്ട് ബി അരഗൻറ്റ്. അഹങ്കാരിയാവരുത്. ഡോണ്ട് പ്ലസ് ബി പ്ലസ് അഡ്ജക്റ്റീവ്. അതൊരു സ്വഭാവവിശേഷമായിരിക്കാം. ഡോണ്ട് ബി അരഗൻറ്റ്. ഡോണ്ട് ബി സില്ലി. ഡോണ്ട് ബി ഫൂളിഷ്. വിഡ്ഢിയാവരുത്. ഡോണ്ട് ബി ഇൻകേപ്പബിൾ. കഴിവില്ലാത്തവൻ ആവരുത്. ഡോണ്ട് ബി അൺഇൻ്റലിജൻറ്റ്. ബുദ്ധിയില്ലാത്ത വ്യക്തിയാവരുത്. ഡോണ്ട് ബി കെയർലെസ്. ശ്രദ്ധയില്ലാത്തവരായി മാറരുത്. ഡോണ്ട് ബി ഇംപൊളൈറ്റ്. മര്യാദയില്ലാത്തവരായി മാറരുത്. ഇന്ന് നാം പഠിച്ചത് വ്യത്യസ്തമായ രീതികളിൽ മറ്റുള്ളവരോട് ആവശ്യങ്ങൾ പറയുവാനും ഒരു മാന്യതയുടെ ഭാഷയിൽ അപേക്ഷ വെക്കുവാനുമാണ്. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ അടുത്ത എപ്പിസോഡ് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.